ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 2. 2024 ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? 2024 ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ആൻസർ ഹിമപ്പുലി. ആൻസർ ഹിമപ്പുലി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. ആൻസർ തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ആൻസർ തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. നാലാമത്തെ ക്വസ്റ്റ്യൻ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ആൻസർ 22 രൂപ. ആൻസർ 22 രൂപ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ആൻസർ CISF. ആൻസർ CISF. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതു ടീമിൻ്റെ കോച്ച് എന്ന നിലയിലുള്ള പ്രകടനമാണ് പെപ് ഗാർഡിയോളയെ 2023 മികച്ച കോച്ചിനുള്ള ഫിഫ പുരസ്കാരത്തിന് അർഹനാക്കിയത്? ആൻസർ മാഞ്ചസ്റ്റർ സിറ്റി. ആൻസർ മാഞ്ചസ്റ്റർ സിറ്റി. 7th ക്വസ്റ്റ്യൻ, ചലച്ചിത്ര താരവും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ സ്ഥാപിച്ച പാർട്ടി ഏതാണ്? ആൻസർ ജനസേന പാർട്ടി. ആൻസർ ജനസേന പാർട്ടി. 8. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയായ ദാവോസ് ഏതു രാജ്യത്താണ്? ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയായ ദാവോസ് ഏതു രാജ്യത്താണ്? ആൻസർ സ്വിറ്റ്സർലാൻഡ്. ആൻസർ സ്വിറ്റ്സർലാൻഡ്. 9. 2023 ലോകത്തെ ഏറ്റവും സുന്ദരമായ വിമാനത്താവളങ്ങളിൽ ഒന്നായി യുനെസ്കോ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ വിമാനത്താവളം ഏതാണ്? ആൻസർ കെമ്പഗൌഡ രാജ്യാന്തര വിമാനത്താവളം, ബാംഗ്ലൂർ. കെമ്പഗൌഡ രാജ്യാന്തര വിമാനത്താവളം, ബാംഗ്ലൂർ. 10. ഇവരിൽ ഏത് ലോക നേതാവിൻ്റെ 100ാം ചരമവാർഷിക ദിനമാണ് 2024 ജനുവരി 21 ആചരിച്ചത്? ആൻസർ വ്ളാഡിമിർ ലെനിൻ. ആൻസർ വ്ളാഡിമിർ ലെനിൻ. 11. എല്ലാ വർഷവും ഏത് ദിവസം സംവിധാൻ ഹത്യാ ദിവസായി ആചരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഈയിടെ പ്രഖ്യാപിച്ചത്? ആൻസർ ജൂൺ 25. ആൻസർ ജൂൺ 25. 12. 2022 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പൗസ് ചെയ്ത് റെഡി ചെയ്യുക. ആൻസർ 85 മെഡലുകളോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 3ാം സ്ഥാനത്തെത്തി എന്നത് റോങ് ആണ്. 61 മെഡലുകളോടെ ഇന്ത്യ 4ാം സ്ഥാനമാണ് എത്തിയത്. ഇനി കറക്റ്റായിട്ടുള്ള ബാലൻസ് ഉള്ള ഓപ്ഷൻസ് നോക്കാം. ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യ അതിഥി ചാൾസ് രാജകുമാരനായിരുന്നു. ഇംഗ്ലണ്ടിലാണ് ഗെയിംസ് നടന്നത്. 72 രാജ്യങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. 13. 2024 ജനുവരി 1 വിക്ഷേപിച്ച എക്സ്പോസാറ്റ് മിഷൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ആൻസർ തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനം. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനം. 14. നിലവിലെ കേരള മന്ത്രിസഭയിൽ സജി ചെറിയാൻ കൈകാര്യം ചെയ്യാത്ത വകുപ്പ് ഏതാണ്? യുവജനകാര്യം, ഫിഷറീസ്, മ്യൂസിയം, സാംസ്കാരികം. ആൻസർ മ്യൂസിയം. ആൻസർ മ്യൂസിയം.
15 കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ കെ സച്ചിദാനന്ദൻ. ആൻസർ കെ സച്ചിദാനന്ദൻ. 16 രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ അവാർഡ് തുക എത്ര രൂപയായാണ് ഉയർത്തിയത്? ആൻസർ 15 ലക്ഷം രൂപ. ആൻസർ 15 ലക്ഷം രൂപ. 17 അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ പോർച്ചുഗലിലെ ഫാൻറ്റസ്പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ടൊവിനോ തോമസ്. ആൻസർ ടൊവിനോ തോമസ്. 18 2023 അർജന്റീനയിൽ നടന്ന അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ ടീം ഏതാണ്? ആൻസർ യുറഗ്വേ. ആൻസർ യുറഗ്വേ. 19 ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സമുദ്ര അഭ്യാസമായ സ്ലീനക്സ് 2023 വേദി ഏതാണ്? ആൻസർ കൊളംബോ. ആൻസർ കൊളംബോ. 20 ഏതു മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ആർദ്ര കേരളം പുരസ്കാരം നൽകുന്നത്? ആൻസർ ആരോഗ്യമേഖല. ആൻസർ ആരോഗ്യമേഖല. 21 തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടെത്തേണ്ടത്. ആൻസർ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2014 എന്നാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇനി കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് വായിക്കാം. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ് എന്നീ 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11. ആദ്യത്തെ ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ്. ഈ 3 ഓപ്ഷൻസും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസാണ്. 22 2024 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? 2024 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ആൻസർ അശോകൻ ചെരുവിൽ. ആൻസർ അശോകൻ ചെരുവിൽ. 23 നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ആൻസർ ഇന്ദ്രധനുസ്. നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയുടെ പേര് ഇന്ദ്രധനുസ്. 24 എല്ലാ തരത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യം ഏതാണ്? ആൻസർ മെക്സിക്കോ. ആൻസർ മെക്സിക്കോ. 25 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ആൻസർ ആയുഷ്മാൻ ഭാരത്. ആൻസർ ആയുഷ്മാൻ ഭാരത്. 26 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ ആകെ മെഡലുകളുടെ എണ്ണവും മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനവും യഥാക്രമം ഏതെല്ലാമാണ്? ആൻസർ മെഡലുകളുടെ എണ്ണം 29. 18ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 27 സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ വനിതാ താരം ആരാണ്? ആൻസർ മനു ഭാക്കർ. ആൻസർ മനു ഭാക്കർ. 28 2024 ജൂലൈയിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ വയനാട് ജില്ല. ആൻസർ വയനാട് ജില്ല.
29. പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ KC വേണുഗോപാൽ. ആൻസർ KC വേണുഗോപാൽ. 30. 2024 T20 ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യൻ ആരാണ്? 2024 T20 ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യൻ ആരാണ്? ആൻസർ ഇന്ത്യ. ആൻസർ ഇന്ത്യ. 21. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നോബൽ ജേതാവായ എഴുത്തുകാരൻ ഹരോൾഡ് പിറ്ററുടെ പേരിൽ നൽകുന്ന 2024 പെൻ പിറ്റർ പുരസ്കാരം ലഭിച്ച മലയാളി? ആൻസർ അരുന്ധതി റോയ്. ആൻസർ അരുന്ധതി റോയ്. 32. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 2024 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ആൻസർ ഇറ്റലി. ആൻസർ ഇറ്റലി. 33. മികച്ച സിനിമയ്ക്കുള്ള 47ാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ച സിനിമ ഏതാണ്? ആൻസർ ആട്ടം. ആൻസർ ആട്ടം. 34. 2024 ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര നേടിയ മെഡൽ ഏതാണ്? ആൻസർ വെള്ളി മെഡൽ. ആൻസർ വെള്ളി മെഡൽ. 35. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഏതാണ്? ആൻസർ സ്ട്രാസ്ബർഗ്. ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ്. 36. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന നേട്ടം കൈവരിച്ചത്? ആൻസർ ഒഡീസിയസ്. ആൻസർ ഒഡീസിയസ്. 37. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ മലയാളി? ആൻസർ സന്തോഷ് ശിവൻ. ആൻസർ സന്തോഷ് ശിവൻ. 38. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം? ആൻസർ T50. ആൻസർ T50. 39. ഇപ്പോഴത്തെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഇപ്പോഴത്തെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ആൻസർ V ഹരി നായർ. ആൻസർ V ഹരി നായർ. 40. ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം? ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം? ആൻസർ കൃത്രിം. ആൻസർ കൃത്രിം. താങ്ക് യു.